ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൻ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കും തൊട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഇഡ്ലിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറോ ചട്നിയോ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് കടലപ്പരിപ്പ് ഫ്രൈ പാനിലിട്ട് നന്നായി വറുത്തെടുക്കുക. നന്നായി വറുക്കണം, കാരണം അതിന്റെ പച്ച സ്മെല്ല് പോണം. അപ്പൊ അതിനു വേണ്ടി നന്നായി വറുത്ത് ഇതുപോലെ ചെറുതായി ബ്രൗൺ കളർ ആവുമ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ സെയിം കപ്പിലെ 1 കപ്പ് ഉഴുന്നും പരിപ്പ് എടുക്കുക. ഉഴുന്നും പരിപ്പ് നന്നായി വറുത്ത് അതിൽ ബ്രൗൺ കളർ ആവുമ്പോ സെയിം പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി ഫ്രൈ പാനിലേക്ക് വെള്ള എള്ളാണ് ചേർക്കുന്നത്. വെള്ള എള്ള് കിട്ടിയില്ലെങ്കിൽ കറുപ്പെള്ള് ചേർക്കുക. അതൊരു 1/4 കപ്പ് എള്ള് ചേർക്കുക. ഈ എള്ള് ചൂടായെന്ന് അറിയാനായിട്ട് ഇതുപോലെ പൊട്ടി പൊട്ടി തെറിക്കും. എള്ള് ചൂടാവുമ്പോൾ പൊട്ടി പൊട്ടി തെറിക്കും. ആ സ്റ്റേജിൽ നമുക്ക് എള്ള് മാറ്റി വെക്കാം. എള്ള് കറിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ലിപ്പൊടിയുടെ ടേസ്റ്റ് പോകും. അപ്പൊ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം എള്ള് വറുക്കാനായിട്ട്. ഇനി അതേ ഫ്രൈ പാനില് എരിവിന് ആവശ്യമുള്ള മുളക്, ഞാൻ 5 ഉണക്കമുളക് എടുത്തിട്ടുള്ള കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാൽ 5 ഉണക്കമുളക്, 1 ടീസ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് ജീരകം നന്നായി വറുക്കുക. ഇപ്പൊ ജീരകവും കുരുമുളകും ഒക്കെ വറുക്കുമ്പോ നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി കുറച്ച് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചതച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അത് നമ്മൾ ഈ കൂട്ടത്തിൽ ചേർത്ത് വെക്കുക. ഇനി അതിലേക്ക് 1 വലിയ ടീസ്പൂണ് കായത്തിന്റെ പൊടി ചേർക്കാം. പിന്നെ ഈ പൊടി എന്ന് വെച്ചാൽ കറിവേപ്പില, മുരിങ്ങയില, മല്ലിയില, പുതിനയില, ബ്രഹ്മിയില ഇതെല്ലാം കഴുകി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ. അതൊരു 2 വലിയ ടീസ്പൂണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചീര ഇഷ്ടപ്പെടാത്ത കുട്ടികളൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ബ്രഹ്മിയില ചേർക്കുന്നുണ്ട്. ബ്രഹ്മിയില കുറച്ച് കയ്പ്പാണ്. അപ്പം ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പ് അറിയില്ല. കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും എല്ലാത്തിനും ഒരുപോലെ നല്ലതാണ്. അപ്പം നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്യുക. മുരിങ്ങയില, കറിവേപ്പില, പുതിനയില, ബ്രഹ്മിയില, ഏത് ചീര വേണമെങ്കിലും പോലെ ഉണക്കി പൊടിച്ച് നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ ഞാനത് 2 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ്. ഈ അളവ് എടുത്തു കഴിഞ്ഞാല് 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ മുരിങ്ങയിലും ചീര കിട്ടണമെങ്കിൽ ചീരയും കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലൊക്കെ വാഷ് ചെയ്ത് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ലിപ്പൊടി അരയ്ക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വലിയ ടീസ്പൂൺ ചേർത്ത് കൊടുത്താല് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കൂടിയായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒരുപാട് ഇഷ്ടാവും, കാരണം കുട്ടികളൊക്കെ ചോദിച്ചു തന്നെ വാങ്ങി കഴിക്കും. ഈ ചീരയൊന്നും കഴിക്കാത്ത കുട്ടികള് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവരും ആദിലക്ഷ്മി കിച്ചൻ വേണ്ടി കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.